ചിലപ്പോൾ ചില അബദ്ധങ്ങളിലേക്ക് വീണുപോകും. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു പോയി എന്ന് വരാം. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. അതിൻ്റെ കുറ്റബോധത്തോടെ നമ്മുടെ മുന്നിൽ വന്ന് നിന്നു എന്ന് വരാം. അങ്ങനെയൊക്കെ വരാം. കാരണം ഇത് മനുഷ്യനാണ്. മിൻ അംഫുസിക്കും, ഇത് മനുഷ്യനാണ്. ചെറിയ വാക്കല്ല അത്. നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈ ആളില്ലേ, നമ്മുടെ ജീവിതത്തിലുള്ള ഈ ആളില്ലേ, അതൊരു മനുഷ്യനാണ്. ഭാര്യയാവട്ടെ, ഭർത്താവാകട്ടെ, വാപ്പയാകട്ടെ, മകനാകട്ടെ, മരുമകനാകട്ടെ, മരുമകളാവട്ടെ, അതാരാണ്? അതൊരു മനുഷ്യനാണ്. പോരായ്മകളുണ്ടാവും. അപ്പം ഞാനൊരു തെറ്റ് ചെയ്തിട്ട് നാട്ടുകാർ മുഴുവനും എന്നെ തള്ളിപ്പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞു, അംഗീകരിച്ച മുഴുവൻ ആളുകളും എന്നെ തള്ളിപ്പറഞ്ഞു. എല്ലാവരും എന്നെ കൈവിടുമ്പോഴും എന്നെ സ്വീകരിക്കാനൊരു മനുഷ്യൻ വേണം. തിരിച്ചു വരാൻ വേണ്ടി എന്നെ ഇങ്ങനെ വിളിക്കുന്ന ഒരാൾ വേണം. അയാൾ കൂടെ ഇല്ലെങ്കിലുള്ള എൻ്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ കണ്ടിട്ടില്ലേ, വലിയ തെറ്റുകളൊക്കെ ചെയ്ത കുറ്റവാളികളുടെ വീട്ടിലേക്ക് നമ്മുടെ പത്രക്കാർ ചെല്ലും, ടി വിക്കാരൊക്കെ ചെല്ലും. അപ്പോൾ ആ കുറ്റവാളിയുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ വാപ്പയോ ഉമ്മയോ ഒക്കെ പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറയുക? ഞങ്ങൾക്കിനി അങ്ങനെ ഒരു മോനില്ല എന്ന് പറയും. കേട്ടിട്ടില്ലേ? ഞങ്ങൾക്കിനി അങ്ങനെ ഒരു മോനില്ല എന്ന് പറയും. ഇത് പറയാൻ അവരുടെ ആവശ്യമുണ്ടോ? നാട്ടുകാരൊക്കെ തന്നെയല്ലേ പറയണേ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു മോനുണ്ട് എന്ന് പറയണ വാപ്പയും ഉമ്മയും എവിടെ? അവരൊരു തെറ്റ് ചെയ്തു. ആ തെറ്റിൽ നിന്ന് മുക്തനായി തിരിച്ചു വരുമ്പോൾ അവനെ കാത്തിരിക്കാൻ ഒരു വാപ്പയും ഉമ്മയും ഉണ്ട്.